That's taken from European Literature, Block 3, Unit 1. Here in this session, we have to deal with the cultural materialism and theatre in Bertolt Brecht play, as well as the theatrical effects, epic theatre, and dialectical drama in the theatrical performance of Bertolt Brecht. And we have to deal with an essay, Peter Broca's Dialectics in Theatre. First of all, we have to know about Bertolt Brecht. He was born on February 10th, 1898 in Augsburg, Germany. He was a German playwright, philosopher, actor, director, screenwriter, originally named as Johann Berthold Friedrich Brecht. Regarding his education, he studied medicine at the University of Munich but left to pursue writing and theatre. He began his career as a playwright and director in 1920s. He developed the concept of epic theatre. Epic theatre, which aimed to provoke critical thinking rather than emotional involvement. So instead of creating some kind of emotional attachment to the characters and the incidents that happened in the plays, Brecht intended to create some kind of thought, a kind of critical thinking that happened in the mind of an audience after viewing his plays. He employed various techniques like verbal Verfremdungseffect effect or alienation effect to remind the audience they are watching a play and should engage intellectually rather than emotionally. So he introduced a concept called alienation effect or a defamiliarization effect or distancing effect or estrangement effect. So that is the term that we converted Verfremdungseffect effect. Verfremdungseffect effect means it's a German term, and when it is converted to English, it is otherwise called alienation or distancing or defamiliarization or estrangement effect. And he tried to attain this effect through actor addressing the audience directly or harshly, putting very bright stage lightning, singing to break up the action, explanatory placards, introducing explanatory placards, and other things like a text in rehearsal being changed to past tense. For example, ഈ ഒരു എപ്പിക് തിയേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ കൊണ്ടുവന്നത് നമ്മുടെ ബെർട്ടോട്ട് ബ്രെച്ച് ആണ്. അദ്ദേഹം പറഞ്ഞത് സാധാരണ ഡ്രാമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കും ഇല്ലേ? അരിസ്റ്റോട്ടിൽ പറഞ്ഞ എന്താണ് കഥാരസിസ് കഥാരസിസ് സംഭവിക്കുക. നമ്മളൊരു പ്ലേ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ഇമോഷൻ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയും. പക്ഷെ അതല്ല ഒരു പ്ലേ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് തോന്നേണ്ടത്. അവൻ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം, അവന് പുതിയ തോട്ട്സുകൾ ഉണ്ടാകണം, അവന്റെ ചിന്തകളെ അവൻ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ബ്രഷ് മുന്നോട്ട് വെച്ചത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ് വേർ ഫ്രം ഡങ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഏലിനേഷൻ ഇഫക്റ്റ് എന്നോ ഡീഫെമിലറൈസേഷൻ ഇഫക്റ്റ് എന്നോ എൻസ്ട്രേഞ്ച്മെന്റ് ഇഫക്റ്റ് എന്നോ ഡിസ്റ്റൻസിങ് ഇഫക്റ്റ് എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുവഴി ഇമോഷണൽ ഇഫക്റ്റിനേക്കാൾ ഉപരി ഒരു ഇന്റലക്ച്വൽ ഇഫക്റ്റ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പുതിയൊരു ടെക്നിക്ക് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അന്നേരം ഇങ്ങനൊരു ടെക്നിക്ക് അദ്ദേഹം എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് നമുക്ക് പറയുന്നത്. അദ്ദേഹം ആക്ടേഴ്സ് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസിനെ ആക്ടേഴ്സ് ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ഹാർഷ് ആയിട്ടുള്ള ഡയലോഗുകൾ കൊണ്ടുവരാൻ തുടങ്ങി. സ്റ്റേജിൽ വളരെ വർണ്ണാഭമായിട്ടുള്ള ലൈറ്റിങ്ങുകൾ കൊണ്ടുവരാൻ തുടങ്ങി. ആക്ഷൻസിന്റെ ഇടയിൽ പെട്ടെന്ന് സോങ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അന്നേരം നിങ്ങൾക്ക് വിചാരിക്കും പണ്ട് മുതലേ ഈ കോറസ് ഒക്കെ ഇല്ലേ, കോറസിനേക്കാൾ ഉപരി പെട്ടെന്നൊരു സോങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീൻ വരുമ്പോഴത്തേക്ക് ആ സീൻ കാണിക്കുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ നടക്കുന്നു എന്ന് പറയുന്നതിന് പകരമായിട്ട് അവിടെ ഒരു പ്ലക്കാർഡ് കാണിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ
ഒരു ഡ്രാമയ്ക്ക് ഒരു ഡ്രാമ അവിടെ പെർഫോം ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം പലതവണ റിഹേഴ്സൽ ചെയ്യും. ആ ഓരോ തവണ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്തും അദ്ദേഹം അതിൻ്റെ അകത്ത് ഡയലോഗുകളിൽ ചേഞ്ച് വരുത്തും. പലപ്പോഴും റിഹേഴ്സൽസിൽ പാസ്റ്റ് ടെൻസിലായിരിക്കും റിഹേഴ്സൽസ് എല്ലാം എന്ന് വെച്ചാൽ തേർഡ് പേഴ്സൺ നറേറ്റീവിലായിരിക്കും അദ്ദേഹത്തിന്റെ ഡ്രാമകൾ എഴുതപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാരക്ടേഴ്സ് ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ് എന്നുള്ള രീതിയിൽ ഓഡിയൻസിനോട് ഡയറക്റ്റ് ആയിട്ട് ആക്ടേഴ്സ് ഇങ്ങനെ സംവദിക്കുന്ന ഒരു രീതിയും കൂടെ കൊണ്ടുവന്നത് നമ്മുടെ ബെർട്ടോൾട്ട് ബ്രെച്ച് ആണ്. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തിയേറ്ററിന് എപ്പിക് തിയേറ്റർ എന്ന് അറിയപ്പെട്ടതും അദ്ദേഹം അരിസ്റ്റോട്ടലിയൻ കൺവെൻഷനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആവുകയും ചെയ്തത്. ഇതുവഴി ഒരു പുതിയ തരം തോട്ട് ഓഡിയൻസിന് കൊണ്ടുവരാനും അവരുടെ ചിന്തകളെ തന്നെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനും ശ്രമിച്ചു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ത്രീ പിന്നി ഒപ്പേറ, മദർ കറേജ് ആൻഡ് ഹർ ചിൽഡ്രൻ, ഗുഡ് പേഴ്സൺ ഓഫ് Szechwan, then the Caucasian chalk circle. He wrote poetry, essays, and theatrical works on drama and society. Later, regarding his political views, a committed Marxist, he is considered as a committed Marxist. Brecht's work often reflects his political beliefs, critiquing capitalism and exploring themes of social injustice. His works are politically charged, often addressing issues of war, poverty, and class struggle. അദ്ദേഹം എപ്പോഴും ഒരു ലെഫ്റ്റ് വിങ് മാർക്സിസ്റ്റ് അനുകൂലിയായിരുന്നു. അദ്ദേഹം ക്യാപിറ്റലിസത്തിനെതിരെ പ്രവർത്തിക്കുകയും സോഷ്യൽ ഇൻജസ്റ്റിസിനെ എക്സ്പ്ലോർ ചെയ്യാനും ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം വാർ, പോവർട്ടി, ഇഷ്യൂസ് ഓഫ് വാർ, ക്ലാസ് സ്ട്രഗിൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഡ്രാമകളിലൂടെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാനും ബാക്കിയുള്ളവർക്ക് മുൻപിൽ തുറന്നു കാട്ടിക്കൊടുക്കാനും ശ്രമിച്ചു. Later, due to various reasons, he fled from Nazi Germany in 1933, living in various countries before settling in United States in 1941. He returned to East Germany in 1949 after World War II and founded the Berliner Ensemble, a theater company devoted to his work. അദ്ദേഹം പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ പറഞ്ഞ ആ മാർക്സിസ്റ്റ് അനുകൂലി എന്നുള്ള ആ ഒരു ലേബല് തന്നെ കാരണമായിട്ടാണ് 1933 അദ്ദേഹം ജർമ്മനി വിട്ട് പോകേണ്ടി വന്നത്. ഒരുപാട് ഡെൻമാർക്ക്, സ്വീഡൻ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടെ എങ്ങും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലേറ്റർ 1941 അദ്ദേഹം US സെറ്റിൽ ആവുകയും ചെയ്തു. ലേറ്റർ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ ശേഷം 1949 തിരിച്ച് ഈസ്റ്റ് ജർമ്മനിയിലേക്ക് അദ്ദേഹം വരികയും അദ്ദേഹത്തിന്റെ എപ്പിക് തിയേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബെർലിനർ എസംബിൾ എന്ന് പറയുന്ന ഒരു തിയേറ്റർ കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. He revolutionized the modern theatre with his innovative techniques and political content, influenced many playwrights, directors, and thinkers in the 20th century and beyond. His methods are still studied and applied in contemporary theatre. അദ്ദേഹത്തിന്റെ ആ ഒരു എപ്പിക് തിയേറ്റർ വെർഫം ഡങ്സ് എഫക്റ്റ് ഇങ്ങനെയുള്ള ആ ഒരു കണ്ടന്റുകളും തോട്ടുകളും ഒക്കെ ഇപ്പോഴത്തെ പല റൈറ്റേഴ്സിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ തോട്ട്സും ഇന്നോവേറ്റീവ് ടെക്നിക്സുകളും ഒക്കെ ഇപ്പോഴത്തെ പല കണ്ടംപററി തിയേറ്ററിക്കൽ പെർഫോമേഴ്സിലും അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലെഗസി ഇപ്പോഴും നമുക്ക് നിലനിൽക്കുകയാണ്. He died on August 14, 1956 in East Berlin in East Germany. Brecht remains one of the most significant figures in 20th century theatre, known for challenging conventions and encouraging audience to think critically about social issues presented in his plays. അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് അനുകൂലി ആയതുകൊണ്ട് തന്നെ he critiqued the capitalism. He explores the social realities such as the issues of war, then poverty, class struggle, social injustice. അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു വ്യൂസ് ഒക്കെ അദ്ദേഹത്തിന്റെ ഓഡിയൻസിന് ഒരുപാട് എൻകറേജ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പല സംവാദങ്ങളും ഡ്രാമകളും പിൽക്കാലത്ത് ചർച്ചയാകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ പറ്റി പഠിക്കുന്നത്. Now, Bertolt Brecht
was a major 20th century German playwright known for Marxist views and innovative approach to theatre. His unique style and collaboration with the composer Kurt Weill on famous work like The Three Penny Opera and Mother Courage and Her Children gained worldwide attention. He aimed to create the effect or Wolfram Dunk's effect, making audience feel a sense of strangeness and encouraging them to think critically about the themes of his plays. നേരത്തെ നമ്മൾ പറഞ്ഞ കണ്ടന്റുകളാണ്. ജർമ്മൻ പ്ലേ റൈറ്റ് ആണ്, മാർക്സിസ്റ്റ് അനുകൂലിയാണ്. അദ്ദേഹത്തിന്റെ കുറച്ച് ഇന്നോവേറ്റീവ് അപ്രോച്ചസ് ഒക്കെ തിയേറ്ററിക്കൽ മേഖലയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കർട്ട് വെയിലുമായിട്ട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ യുണീക്ക് സ്റ്റൈല് അദ്ദേഹം ത്രീ പെന്നി ഒപ്പേറയിലും അതുപോലെ തന്നെ മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രനിലും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ലോകജന ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുതിയ ടെക്നിക്കായിരുന്നു വെർഫ്രം ഡങ്സ് ഇഫക്റ്റ് അല്ലെങ്കിൽ വി ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതുവഴി ഓഡിയൻസിന് ഒരു തരത്തിലുള്ള സ്ട്രേഞ്ച്നെസ് അതുവരെ അവർ അനുഭവിക്കാത്ത ഒരു ഒരു വ്യത്യസ്തമായ കാര്യം, ആ വ്യത്യസ്തതയാണ് ദറ്റ് ഇസ് കാൾഡ് സ്ട്രേഞ്ച്നെസ്. ആ സ്ട്രേഞ്ച്നെസ്സിലൂടെ he tried to encourage the audience to think them critically about the themes of his plays. അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്ലേസിലെ തീംസിനെ പറ്റി ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ അദ്ദേഹം ഓഡിയൻസിനോട് ആവശ്യപ്പെടുകയാണ്. അതാണ് ശരിക്കും വേർഡ് ഫ്രം ഡങ്സ് ഇഫക്റ്റിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Brecht often wrote extra scenes for rehearsal that wouldn't appear in the final performances. അദ്ദേഹം ഒരു പ്ലേക്ക് വേണ്ടി എക്സ്ട്രാ സീൻസ് ഒക്കെ ഒരുപാട് എഴുതാറുണ്ടായിരുന്നു. പക്ഷെ ചിലപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ പ്ലേ അതിൻ്റെ അകത്ത് കാണുകയില്ല. He emphasized the verbalizing stage directions to help actors connect with the audience. അതുപോലെ തന്നെ ആക്ടേഴ്സിന്റെ ഇടയ്ക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. വെർബലൈസിങ് സ്റ്റേജ് ഡയറക്ഷൻസ് അല്ലേ, ഇപ്പോൾ ഓഡിയൻസിനോട് ഇന്ററാക്ട് ചെയ്യാൻ ആക്ടേഴ്സിനോട് ആവശ്യപ്പെടുമായിരുന്നു. ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ പുതുമയുള്ള ഒരു തരം ടെക്നിക്കുകളായിരുന്നു. His plays used minimal sets and relied on gestures and exaggerated body language to enhance the dialogue. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്ലേയിൽ അദ്ദേഹം മിനിമം സെറ്റിങ്സുകൾ വളരെ കുറവായിരുന്നു. അദ്ദേഹം കൂടുതലും യൂസ് ചെയ്ത ഗസ്റ്റസ് ആയിരുന്നു. ഗസ്റ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാജറേറ്റഡ് ബോഡി ലാംഗ്വേജ്. ആ വേർഡ് നിങ്ങൾ നോക്കണേ, 2 മാർക്സിന് ചോദിക്കാം. വാട്ട് യു മീൻ ബൈ ഗസ്റ്റസ്? ഗസ്റ്റസ് മീൻസ് ആൻ എക്സാജറേറ്റഡ് ബോഡി ലാംഗ്വേജ് ടു എൻഹാൻസ് ദ ഡയലോഗ്. നമ്മൾ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിനെ പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടിയിട്ട് ബോഡി ലാംഗ്വേജ് എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കുക. ഇഫ് ഇറ്റ് ഇസ് ഒരു ഹ്യൂമർ ആയിക്കോട്ടെ, സർക്കാസം ആയിക്കോട്ടെ, പാരഡി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനെ നല്ല രീതിയിൽ കാണിക്കാനായിട്ട് ബോഡി ലാംഗ്വേജ് വളരെ എക്സാജുറേറ്റഡ് ആയിട്ട് കാണിക്കുന്നതിനെയാണ് ഗസ്റ്റസ് എന്ന് പറയുന്നത്. അന്നേരം ബ്രഷ് കൂടുതലും സെറ്റിങ്ങിനെയോ ബാക്ക്ഗ്രൗണ്ടിനെയോ അല്ല കൂടുതൽ എംഫസൈസ് ചെയ്ത്, മറിച്ച് ആ ഒരു ബോഡി ലാംഗ്വേജ്, ബോഡി ഗെസ്റ്ററിൻ്റെ അകത്തേക്ക് ഗെസ്റ്ററിനെയാണ് അദ്ദേഹം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത്. നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ ഉർവശി എടുത്താലും കൽപ്പന എടുത്താലും അവരെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അവരുടെ അഭിനയം എന്ന് തന്നെ പറയും അല്ലേ, അഭിനയം. ആ ഒരു അഭിനയത്തിനാണ്, അല്ലെങ്കിൽ ആ എക്സാജറേറ്റഡ് ബോഡി ലാംഗ്വേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇദ്ദേഹം ഗസ്റ്റസ് എന്ന് പറയുന്നത്. അതിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. He rejected traditional Aristotelian drama. അത് നമ്മൾ ശ്രദ്ധിക്കണം. He rejected traditional Aristotelian drama. Instead, he used placards to introduce events and employing techniques like expressionism for symbolic, unrealistic element. അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന ഈ അരിസ്റ്റോട്ടലിയൻ ഡ്രാമാറ്റിക് ട്രഡീഷണൽ അരിസ്റ്റോട്ടലിയൻ ഡ്രാമ ഒരു സ്ട്രക്ചറിനെ അദ്ദേഹം റിജക്ട് ചെയ്തു. ഓരോ സെറ്റിങ്സ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സീൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ സീൻ ചേഞ്ച് ചെയ്തു എന്ന് കാണിക്കാൻ അദ്ദേഹം പ്ലക്കാർഡുകൾ അവിടെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ പല ടെക്നിക്സുകൾ അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് എക്സ്പ്രഷനിസം ഫോർ സിംബോളിക് ആൻഡ് അൺറിയലിസ്റ്റിക് എലമെന്റ്സ്. സിംബോളിക് അൺറിയലിസ്റ്റിക് എലമെന്റ്സ് ഒക്കെ കാണിക്കാൻ എക്സ്പ്രഷനിസ്റ്റ് ടെക്നിക്കുകളൊക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. Brecht's well-lit stages were designed to keep performance straightforward, focusing on actors and their actions. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേജസ് എപ്പോഴും നല്ല പ്രകാശഭൂരിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആക്ടേഴ്സിനും അതുപോലെ തന്നെ ഓഡിയൻസും നല്ലവണ്ണം കാണാൻ സാധിക്കുമായിരുന്നു. ആൻഡ് ഹി ഓൾസോ ഇൻകോർപ്പറേറ്റ് മ്യൂസിക് ടു എൻഹാൻസ് ദ എക്സ്പീരിയൻസ്. ഈ പറയുന്ന ഹോൾ ആക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു എക്സ്പീരിയൻസ് അതേപടി തന്നെ ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മ്യൂസിക്കും കൂടെ, അതിന് അനുസരിച്ചുള്ള മ്യൂസിക്കും കൂടെ അദ്ദേഹം ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നു.
അന്നേരം ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് എഴുതാം. താഴെ ഞാൻ നിങ്ങൾക്ക് ഒരു എസ്സേ കണ്ടന്റ് തന്നിട്ടുണ്ട്. അതിലേക്ക് വരുമ്പോൾ ഈ ഒരു പാരഗ്രാഫും ഡയലക്ടിക്സ് ഓഫ് തിയേറ്ററും കൂടെ അതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തണം. ഓക്കെ. അന്നേരം അദ്ദേഹം ഒരു 20th സെഞ്ചുറി റൈറ്ററാണ്, മാർക്സിസ്റ്റ് അനുകൂലിയാണ്. അദ്ദേഹം കേർട്ട് വെയിലുമായിട്ട് ചേർന്നിട്ടായിരുന്നു ത്രീ പെന്നി ഒപ്പേറയിലും അതുപോലെ തന്നെ മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രനിലും അദ്ദേഹം പുതിയ ടെക്നിക്കായിട്ടുള്ള വി ഇഫക്റ്റ് കൊണ്ടുവന്ന് അത് ഒരു വേൾഡ് വൈഡ് സക്സസ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വി എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റിനേക്കാൾ ഉപരിയായിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? ഞാൻ ബ്രച്ചിന്റെ പ്ലേ കണ്ടു കഴിയുമ്പോൾ ബ്രച്ചിന്റെ പ്ലേയിലെ തീംസിന്റെ അകത്ത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ആ തീംസിനെ ബേസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഓഡിയൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ അകത്തേക്ക് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ടെക്നിക്സുകൾ എംഫസൈസ് ചെയ്തു. അതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്ലേ ഫൈനൽ പെർഫോമൻസിന് മുമ്പ് അതിൻ്റെ അകത്ത് അദ്ദേഹം എക്സ്ട്രാ ഒരുപാട് സീൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ടാകും റിഹേഴ്സലിന്റെ സമയത്ത്. പക്ഷെ ആ ഫൈനൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ അത്രയും സീനുകൾ ഉണ്ടാകണമെന്നില്ല. അത് ഓഡിയൻസിനായിട്ട് എക്സ്ട്രാ ഇന്ററാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓഡിയൻസുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംവദിക്കാനും ആക്ടേഴ്സിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് അദ്ദേഹം സെറ്റിങ്സുകൾ കുറച്ചു. പകരം അദ്ദേഹം ഗസ്റ്റസിനാണ് പ്രാധാന്യം കൊടുത്തത്. ഗസ്റ്റസ് എന്ന് പറയുന്നത് എക്സാജറേറ്റഡ് ബോഡി ലാംഗ്വേജ് ടു എൻഹാൻസ് ദ ഡയലോഗ്. ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറിന്റെ എക്സ്ട്രാജറേറ്റഡ് ബോഡി ലാംഗ്വേജിനെയാണ് നമ്മൾ ഗസ്റ്റസ് എന്ന് പറയുന്നത്. അദ്ദേഹം ട്രഡീഷണൽ അരിസ്റ്റോട്ടലിയൻ ഡ്രാമ ആ ഒരു ഇതിനെ അദ്ദേഹം എതിർക്കുകയും ഓരോ സെറ്റിങ്സിന് ശേഷവും അല്ലെങ്കിൽ ഓരോ സീൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹം ആ സീൻ ചേഞ്ച് ചെയ്തു എന്ന് കാണിക്കാനായിട്ട് പ്ലക്കാർഡുകളാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്രാമയിലേക്ക് എക്സ്പ്രഷനിസവും സിംബോളിസവും ഒക്കെ അൺറിയലിസ്റ്റിക് എലമെന്റ്സ് ഒക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൽ ലിറ്റ് സ്റ്റേജസ് ആയിരുന്നു, സ്ട്രെയിറ്റ് ഫോർവേഡ് ഫോക്കസിങ് ആക്ടേഴ്സ് ആൻഡ് ആക്ഷൻസ് ആയിരുന്നു വരുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ ഇൻകോർപ്പറേഷനും കൂടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നല്ലൊരു അനുഭൂതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഓഡിയൻസിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. Brecht revolutionized the theatre with his epic style, aiming to engage audiences intellectually rather than emotionally. He meticulously recorded every aspect of productions, including detailed notes and set photos. Influenced by Luther's Bible translation, he used biblical quotes in works like Mother Courage and Her Children. Brecht rejected escapism, preferring theatre that posed unanswered questions and challenged views on episodical plots, non-realistical stagings, and alienation effects to prevent emotional identification with the characters. So, ബ്രച്ചിന്റെ പ്ലേയിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്രച്ച് തന്റെ എപ്പിക് തിയേറ്ററിലൂടെ, എപ്പിക് സ്റ്റൈൽ ഓഫ് തിയേറ്ററിലൂടെ ജനങ്ങളെ ഇന്റലക്ച്വലി അല്ലെങ്കിൽ ഇന്റലക്ച്വലി തന്നെ അദ്ദേഹം എൻഹാൻസ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിച്ചത്, ഇമോഷണലി അല്ല. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ പ്രൊഡക്ഷൻ മുതലുള്ള പല കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് ചെയ്യപ്പെടുകയും പല കാര്യങ്ങളും സെറ്റും ഫോട്ടോസും എല്ലാം തന്നെ അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനെ വളരെയധികം സ്വാധീനിച്ച ഒന്നെന്ന് പറയുന്നത് മാർട്ടിൻ ലൂഥറിന്റെ ബൈബിൾ ട്രാൻസ്ലേഷൻ ആയിരുന്നു. ഇത് നമുക്ക് മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ ബൈബിളിന്റെ ട്രാൻസ്ലേഷനിൽ നിന്നുള്ള എന്ന് വെച്ചാൽ ലൂഥറിന്റെ ബൈബിൾ ട്രാൻസ്ലേഷനിൽ നിന്നുള്ള പല കോട്ടുകളും നമുക്ക് അദ്ദേഹത്തിന്റെ മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ എന്ന് പറയുന്ന പ്ലേയിൽ കാണാൻ സാധിക്കും. ബ്രഷ് എസ്കേപ്പിസത്തെ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കിനെ അദ്ദേഹം റിജക്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, നമുക്ക് പ്ലേയിലോ അദ്ദേഹത്തിന്റെ ഒരു പ്ലേയിൽ അദ്ദേഹത്തിന് അൺആൻസേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത യാതൊരു ക്വസ്റ്റ്യൻസും ഇല്ല. അദ്ദേഹത്തിന്റെ പ്ലേയിലേക്ക് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ പ്ലേയുടെ എപ്പിസോഡിക്കൽ പ്ലോട്ടുകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ പ്ലോട്ടുകളിലുള്ള ഓരോ സീൻസിനെയും അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ആ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഏത് കാര്യത്തിനും അതിൻ്റെതായ ഒരു ഉത്തരമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്ലേസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നോൺ റിയലിസ്റ്റിക് സ്റ്റേജിങ് അല്ല, ഒരു നോൺ റിയലിസ്റ്റിക് സെറ്റിംഗ് അല്ല, അത് ലോകത്ത് നടക്കുന്ന കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഇമോഷണൽ ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ ക്യാരക്ടേഴ്സ്, ഞാൻ എൻ്റെ പ്ലേയിൽ ഉള്ള ക്യാരക്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരിക്കലും തോന്നില്ല, മറിച്ച് ഒരു ഏലിനേഷൻ എഫക്റ്റ്, അവരിൽ നിന്നൊരു പിന്തിരിഞ്ഞ മനോഭാവമായിരിക്കും നിങ്ങൾക്ക് തോന്നുക എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എൻ്റെ പ്ലേയിൽ ഉള്ളതെന്ന് പറയുന്നത് നഗ്നമായ സത്യങ്ങളും യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഏലിനേഷൻ ഇഫക്റ്റ് തോന്നാം അദ്ദേഹം പറഞ്ഞു.
His epic theatre presented multiple viewpoints, encouraging audience to think critically and make their own conclusions. അദ്ദേഹത്തിന്റെ പ്ലേ കണ്ടിറങ്ങുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ വ്യൂ പോയിന്റ്സ് കാണും. ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓഡിയൻസിനോട് നിങ്ങളുടേതായ വ്യൂ പോയിന്റ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനനുസരിച്ച് പലതരം കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം ഈ എപ്പിക് തിയേറ്ററിനോട് ചേർന്നുകൊണ്ട് മറ്റൊരു തിയേറ്ററിക്കൽ കോൺസെപ്റ്റും കൂടെ അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് ഡയലറ്റിക്കൽ തിയേറ്റർ എന്ന് പറയുന്നത്. ഈ എപ്പിക് തിയേറ്ററിന് തന്നെ അദ്ദേഹം കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് കൊടുത്ത പേരാണ് ഡയലറ്റിക്കൽ തിയേറ്റർ. ആ ഡയലറ്റിക്കൽ തിയേറ്ററിനെ അദ്ദേഹത്തിന്റെ ഇന്നോവേറ്റീവ് അപ്രോച്ച് ആയിട്ട് അദ്ദേഹം കരുതുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് ഡയലറ്റിക്കൽ തിയേറ്റർ അല്ലെങ്കിൽ ഡയലറ്റിക് തിയേറ്റർ എന്താണെന്ന് നോക്കാം. The term dialectic theatre, closely associated with Bertolt Brecht, focusing on presenting opposing perspectives to challenge the natural assumptions about human behavior. It uses a method called dialectic, where a thesis, an idea, is contrasted with antithesis, its opposite, to reveal inconsistencies and provoke thought. ഡയലറ്റിക് തിയേറ്റർ എന്ന് പറയുന്നത് ബ്രിച്ച് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ്. അതെന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ ചലഞ്ച് ചെയ്യുക. നമുക്ക് എന്ത് കേട്ടാലും അതിനെ അങ്ങ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ഒപ്പോസിങ് പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനെയാണ് അദ്ദേഹം ഇതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് എപ്പിക് തിയേറ്ററിൽ അദ്ദേഹം തുടക്കം കുറിച്ച് വെച്ചിരുന്നത്. ഇതെന്ന് പറയുന്നത് ഡയലറ്റിക് എന്ന് പറയുന്നത് ഇതൊരു അത് മലയാളത്തിലേക്ക് വരുമ്പോൾ വൈരുദ്ധ്യാത്മകത എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, വൈരുദ്ധ്യാത്മകത എന്നാണ് അതിന്റെ ഒരു മലയാളം ടേം വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഐഡിയയെ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഐഡിയയുമായിട്ട് നമ്മൾ എന്ത് കോയിൻസൈഡ് ചെയ്ത് വായിക്കുന്നു, അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഒരു ഐഡിയയും അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഐഡിയയും കൂടെ ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഇൻകൺസിസ്റ്റൻസി ജനറേറ്റ് ചെയ്യാം. ആ ഇൻകൺസിസ്റ്റൻസി ജനറേറ്റ് ചെയ്യുന്നിടത്ത് ഒരു പുതിയ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യാം ആൻഡ് പ്രൊവോക്ക് സം ന്യൂ തോട്ട്സ്. മനസ്സിലായല്ലോ? അന്നേരത്തേക്ക് ബ്രെട്ടോൾട്ട് ബ്രെച്ചിന്റെ ആണ് ഡയലറ്റിക് തിയേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തൂടെ അദ്ദേഹം പറയുന്നത് ഒപ്പോസിങ് പെർസ്പെക്റ്റീവ്സിനെ എന്ത് ചെയ്യാണ് സാധാരണ മനുഷ്യരത് ചലഞ്ച് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അദ്ദേഹം പറഞ്ഞ എന്റെ ഡയലറ്റിക് തിയേറ്ററിലൂടെ ഒരു തീസിസ് അല്ലെങ്കിൽ ഒരു ഐഡിയയെ അതിന്റെ ഓപ്പോസിറ്റ് ഐഡിയയുമായിട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഇൻകൺസിസ്റ്റൻസീസിനെ റിവീൽ ചെയ്യുക. അതുവഴി ഒരു ഒരു പുതിയ തരം ചിന്ത പുറപ്പെടുവിക്കുക അല്ലെങ്കിൽ ഉത്ഭവിപ്പിക്കുക എന്നുള്ളതാണ്. Rich epic theatre aimed to change society through logic rather than emotion. He wanted to avoid emotional identification with characters, instead encouraging audience to think critically about social issues. He believed that traditional theatre led to complacency after emotional climaxes, which his approach inspired viewers to recognize social injustice and seek change. ബ്രിച്ചിന്റെ എപ്പിക് തിയേറ്റർ ആണ് പിന്നീട് ഡയലക്റ്റിക് തിയേറ്റർ ആയിട്ട് ചേഞ്ച് ആയത്. അതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷനേക്കാൾ ഉപരിയായിട്ട് ലോജിക്കിനാണ് അദ്ദേഹം ഈ പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സുമായിട്ട് ഒരിക്കലും നമുക്കൊരു ഇമോഷണൽ ഐഡന്റിഫിക്കേഷൻ തോന്നില്ല. മറിച്ച് എന്താണ് സാധാരണ ചില സിനിമയോ പ്ലേയോ കാണുമ്പോൾ നമ്മൾക്ക് തോന്നാറുണ്ട് അത് എന്റെ തന്നെ ഒരു അവസ്ഥയല്ലേ, അല്ലെങ്കിൽ എന്റെ തന്നെ ഒരു സെൽഫ് അല്ലേ ആ കാണുന്നതെന്ന് തോന്നും. പക്ഷെ ബ്രഷിന്റെ പ്ലേയിൽ നമുക്ക് അങ്ങനെ തോന്നാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ഐഡന്റിഫിക്കേഷൻ തോന്നില്ല. മറിച്ച് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഇഷ്യൂവിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനായിരിക്കും അദ്ദേഹം ആ ക്യാരക്ടറിലൂടെ ശ്രമിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ഇമോഷണൽ ക്ലൈമാക്സസിലൂടെ കടന്നു പോകാതെ സോഷ്യൽ ഇൻജസ്റ്റിസിലൂടെ ഒരു നേർക്കാഴ്ചയായിട്ട് വരികയും നമുക്ക് ആ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് തുറന്ന് കാണിച്ചു തരികയും ചെയ്യുന്ന തരത്തിലുള്ള പ്ലേ ആണ് ബെർട്ടോൾട്ട് ബ്രൂച്ചിൻ്റെത്. To create this critical mindset, Brecht used key techniques like the V effect or Wolfram-Dunk's effect or the distancing effect, which aim to make familiar effect feel strange and provoke curiosity. He achieved this thought through various methods such as a direct audience address, bright lighting, singing, and explanatory placards. Brecht plays often include political references, humor, and mix of speaking and singing to deliver moral lessons while maintaining emotional impact. അന്നേരം ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലക്റ്റിക്കൽ തിയേറ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ എപ്പിക് തിയേറ്റർ ആ ഒരു കാര്യം കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച ടെക്നിക്കാണ് വി ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഡിസ്റ്റൻസിങ് ഇഫക്റ്റ് എന്ന് ഡീഫെമിലറൈസേഷൻ ഇഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഇതിലൂടെ ഒരു സ്ട്രേഞ്ച്നെസ് കൊണ്ടുവന്നിട്ട് ജനങ്ങളിലേക്ക് ഒരു ക്യൂരിയോസിറ്റി പകർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്.
ഇത് ചെയ്യാനായിട്ട് അദ്ദേഹം ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ആക്ടേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്നു. സ്റ്റേജ് സെറ്റിങ്സ് വളരെ ബ്രൈറ്റ് ആക്കുന്നു. അവിടെ സിംഗിങ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എക്സ്പ്ലനറ്ററി പ്ലക്കാർഡ്സുകൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്ലേയിലേക്ക് എപ്പോഴും ഒരു മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ റെഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. ഹ്യൂമർ, മിക്സിംഗ് അപ്പ് ഓഫ് സ്പീക്കിംഗ് ആൻഡ് സിംഗിങ്, പാട്ട് പാടുകയും അതുപോലെ തന്നെ എന്താണ് പറയുകയും പാടുകയും ചെയ്യുക. ഈ ഒരു തരത്തിലുള്ള ഡെലിവറി ഓഫ് ലാംഗ്വേജ് ഒക്കെ അദ്ദേഹത്തിന്റെ പ്ലേയിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതകളാണ്. നമുക്ക് ഇനി ഈ ഒരു എസ്സേ നോക്കാം. ഡയലറ്റിക്സ് ഇൻ തിയേറ്റർ. Bertolt Brecht, a pivotal figure in 20th century theatre, significantly contributed to the development of a dialectic theatre, a concept that emphasizes critical engagement with the societal issues rather than emotional escapism. In his essay collection, Dialectics in Theatre, literary critic Peter Drucker delves into Brecht's theories and practices, illuminating how they reflect in the commitment of Marxist principles and dialectical materialism. നമുക്ക് പഠിക്കേണ്ട ഡയലറ്റിക്സ് ഇൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ബ്രഷ് എഴുതിയതല്ല. ഡയലറ്റിക്സ് ഇൻ തിയേറ്റർ എന്ന് പറയുന്നത് ബ്രഷിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഡയലറ്റിക് തിയേറ്റർ എന്ന് പറയുന്നത്. ആ ഒരു ഡയലറ്റിക്സ് ഇൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ എടുത്തിട്ട് പീറ്റർ ബ്രൂക്കർ അദ്ദേഹം അനലൈസ് ചെയ്യും. ബ്രഷിന്റെ പ്ലേസിനെ അനലൈസ് ചെയ്യും. അതിനെ പറ്റിയിട്ടുള്ള ഒരു എസ്സേ ആണ് ഡയലറ്റിക്സ് ഇൻ തിയേറ്റർ. ഓക്കെ, ഇതിലൂടെ ബ്രഷിന്റെ തിയറീസ് ആൻഡ് പ്രാക്ടീസസ്, അദ്ദേഹത്തിന്റെ തിയറി എന്തായിരുന്നു, അദ്ദേഹം എത്രമാത്രം പ്രാക്ടീസ് ചെയ്തു, അത് അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് എങ്ങനെയായിരുന്നു, അതും അദ്ദേഹത്തിന്റെ മാർക്സിസ്റ്റ് പ്രിൻസിപ്പിൾസ് മീൻസ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസിനെയും ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസത്തിനെയും അദ്ദേഹത്തിന്റെ പ്ലേസിലൂടെ എങ്ങനെയാണ് നമ്മൾക്ക് മുൻപിൽ എത്തിച്ചത് എന്നൊക്കെയുള്ള കാര്യം പീറ്റർ ബ്രൂക്കർ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Brecht's dramatic theory revolves around key concepts such as the epic theatre, Wolfram effect, gestures. These elements form the foundation of his approach to staging, acting, and intended social functions of the theatre. Brecht believed that theatre should provoke through thoughts and discussion, especially regarding class conflict and social oppression. By foregrounding the contradictions within his productions, Brecht aimed to encourage audience to critically examine the world around them. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പീറ്റർ ബ്രൂക്കർ പറയുകയാണ് ബ്രച്ചിന്റെ ഡ്രമാറ്റിക് തിയറി റിവോൾവ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഒന്നെന്ന് പറയുന്നത് എപ്പിക് തിയേറ്റർ, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെർഫ്രം ഡങ്സ് ഇഫക്റ്റ്, ദെൻ ഗസ്റ്റസ്. ഈ പറയുന്ന എപ്പിക് തിയേറ്ററും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു ഇല്ലേ. ദെൻ ഈ എലമെന്റുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേജിങ്ങിലൂടെയും ആക്ടിങ്ങിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ ഫങ്ഷനിങ് ഓഫ് ദ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പൊളിറ്റിക്സ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സോഷ്യൽ ഫങ്ഷനിങ് ഓഫ് തിയേറ്ററിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബ്രഷ് വിശ്വസിച്ചിരുന്നത് ഈ പറയുന്ന തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇടമല്ല, മറിച്ച് അതെന്ന് പറയുന്നത് തോട്ട് പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു ഇടമാണ്. ഡിസ്കഷന്റെയും തോട്ട് പ്രൊവോക്കേഷന്റെയും ക്ലാസ് കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ടുള്ള സോഷ്യൽ ഒപ്രഷനെ പറ്റിയിട്ടുള്ള ഡിസ്കഷന്റെയൊക്കെ ഒരു ഭാഗമാക്കേണ്ട ഇടമാണ് തിയേറ്റർ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്ലേയുടെ പ്രൊഡക്ഷനിലായാലും ഫോർഗ്രൗണ്ടിലായാലും മറ്റു പല കാര്യങ്ങളിലായാലും അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ഓഡിയൻസിനോട് അദ്ദേഹത്തിന്റെ പ്ലേ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാനും അതിനെപ്പറ്റി അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ആരാഞ്ഞു. In the Berliner Ensemble, the theater group he co-founded, Brecht prioritized a collaborative approach to creation, viewing theatre as a collective process rather than the work of individual genius. This environment fostered discussions about interpretation, staging, and acting, all rooted in dialectical understanding of history and society. Brecht emphasized that performances should not elicit empathy in the traditional sense, but rather stimulate a critical mindset, enabling audience to reflect on the complexities of the social issues. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ കർട്ട് വെയിലുമായിട്ട് ചേർന്നിട്ട് ഫോം ചെയ്ത ഒരു തിയേറ്ററാണ് ബെർലിനർ എൻസെമ്പിൾ എന്ന് പറയുന്നത്. അന്നേരം ഈ ഒരു ബെർലിനർ എൻസെമ്പിളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കളക്റ്റീവ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ ചേഞ്ച് ജനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ അതിന് വേണ്ടുന്ന തരത്തിലുള്ള മോഡ് ഓഫ് റൈറ്റിങ്ങും ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ആശയങ്ങൾ, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ആശയങ്ങളും, അതുപോലെ സ്റ്റേജിങ് ആയാലും ആക്ടിങ് ആയാലും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡയലക്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായാലും അതിനകത്തൊക്കെ അദ്ദേഹം ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് ഹിസ്റ്ററിയെ തിരുത്തി എഴുതുക എന്നാണ്.
ചരിത്രം എന്ന് പറയുന്നത് ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. ചരിത്രത്തിലുള്ളതെല്ലാം നമ്മളങ്ങ് വിശ്വസിക്കരുത്. ഇല്ലേ? ചരിത്രം എന്താണ്, അതെന്താണെന്ന് ഇതുവരെ എഴുതി വെച്ചിരിക്കുന്നതിന് നമ്മൾ വിശ്വസിക്കരുത്. പക്ഷെ നമ്മൾ നമ്മളുടെ ചിന്തകളിലൂടെ അതിനെ പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം. ഇതുകൊണ്ട് വരെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ സെൻസസിനെ അല്ലെങ്കിൽ ട്രഡീഷണൽ മോഡ് ഓഫ് റൈറ്റിങ്ങിനെ ട്രഡീഷണൽ മോഡ് ഓഫ് തിയേറ്ററിനെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള ചിന്തകളും പ്രവൃത്തികളും ആശയങ്ങളുമായിരുന്നു ബ്രിച്ചു മുന്നോട്ട് വെച്ചത്. One of the central concepts of Brecht theory is a work from Dumb's effect. This technique involves making familiar events feel strange to provoke curiosity and critical thought. Brecht achieved this through various methods such as having actors address the audience directly using bright lighting and incorporating songs to disrupt the narrative flow. By breaking the fourth wall, he reminded the audience that they were watching a constructed representation of reality, encouraging them to engage with the themes presented. അദ്ദേഹത്തിന്റെ സെൻട്രൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സെൻട്രൽ ടെക്നിക്ക് എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഡംസ് ഇഫക്റ്റ് ആയിരുന്നു. ഈ ഒരു ടെക്നിക്കിലൂടെ അദ്ദേഹം നമുക്ക് സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ അനുഭവിച്ച് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട ഒരു പ്രശ്നത്തെ നമ്മളുടെ ഫ്രണ്ടിൽ കൊണ്ട് കാണിക്കുമ്പോൾ നമുക്കതൊരു സ്ട്രേഞ്ച്നെസ് ആയിട്ട് തോന്നുകയാണ്. ഇതെന്താ അപ്പൊ ഇങ്ങനെയെന്നുള്ള ഒരു തോട്ട് ഉണ്ടാവുകയും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി നമ്മളിലേക്ക് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തോട്ട് നമ്മളിലേക്ക് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ആക്ടേഴ്സ് ഓഡിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നു. ബ്രൈറ്റ് ലൈറ്റ്നിങ് അദ്ദേഹം യൂസ് ചെയ്യുന്നു. സംസാരത്തിന്റെ ഇടയിൽ സോങ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു നറേറ്റീവ് ഫ്ലോ അവിടെ ബ്രേക്ക് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു സോങ് കൊണ്ടുവരുമ്പോൾ അവിടെ എന്തോ ഒരു കാര്യം, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഓഡിയൻസിന്റെ മനസ്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഓഡിയൻസ് അത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓഡിയൻസിനെ ഒരു ഫോർത്ത് വാളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ നടക്കുന്നത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ നിങ്ങൾ എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും റിയാലിറ്റിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? തിങ്ക് ചെയ്യണം. എന്റെ തീംസിനെ പറ്റി നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഞാൻ പ്രസന്റ് ചെയ്യുന്ന എന്റെ ഈ തീംസിനെ പറ്റി നിങ്ങൾ തിങ്ക് ചെയ്യണം. ഇതാണ് ബ്രച്ച് ഓഡിയൻസിനോട് ആവശ്യപ്പെടുന്നത്. Brecht's essays often highlight the role of Berliner Ensemble in navigating the political landscape of post-war Berlin. He aimed to address an audience that had experienced the atrocities of fascism and complexities of capitalism. Using theatre as a means of fostering social change, while Brecht's commitment to dialectical materialism and the collective action was clear, he maintained a critical relationship with the East German regime, advocating for a nuanced understanding of socialism that could evolve and adapt. സോ ബ്രഷിന്റെ ബെർലിനർ എസംബിൾ എന്ന് പറയുന്ന ആ ഒരു തിയേറ്ററിക്കൽ കമ്പനി അദ്ദേഹം പോസ്റ്റ് വാർ ബെർലിൻ ലാൻഡ്സ്കേപ്പിന്റെ ആ ഒരു രാഷ്ട്രീയ ചിന്താഗതിയെ മുഴുവൻ തിരിച്ചറിയുന്ന രീതിയിലുള്ള പ്ലേസ് ആയിരുന്നു പെർഫോം ചെയ്തിരുന്നത്. അദ്ദേഹം ഓഡിയൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഫാസിസത്തിനെതിരെയും ക്യാപിറ്റലിസത്തിനെതിരെയും നിങ്ങൾ ചിന്തിക്കണമെന്നും ഒരു സോഷ്യൽ ചേഞ്ചിന് വേണ്ടി നിങ്ങൾ നാവിഗേറ്റ് ചെയ്യണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഡയലറ്റിക്കൽ മെറ്റീരിയലിസത്തിനോടുള്ള അഭിനിവേശവും അതുപോലെ തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കളക്റ്റീവ് ആക്ഷൻ അല്ലെ, ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങളും പിന്നീട് വന്ന പല ആൾക്കാരിലും പല തിയേറ്ററിക്കൽ ഗ്രൂപ്പുകാരും ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈസ്റ്റ് ജർമ്മൻ റെജീമുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സോഷ്യലിസവും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പ്ലേസിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Throughout his career, Brecht's work remained open to revision. Many of his plays and essays were left unfinished or in draft form, reflecting his belief in the importance of change and the ongoing process of learning and teaching. This openness to modification was not merely a matter of practicality, it was a fundamental principle of his dialectical approach. Brecht viewed theatre as a living entity constantly evolving to reflect the changing condition of society. ബ്രഷിന്റെ പല പ്ലേസും നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്ലേസിൽ ഒരുപാട് എക്സ്ട്രാ സീൻസുകൾ റിഹേഴ്സലിന്റെ സമയത്തൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഫൈനൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ആ ഒരു സീൻസുകൾ ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓൾറെഡി പെർഫോം ചെയ്ത പ്ലേസിലും പലപ്പോഴും അദ്ദേഹം ഒരുപാട് റിവിഷൻസുകൾ വെക്കുമായിരുന്നു. ഓക്കെ, പല പ്ലേസും അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം വരെയും അത് അൺഫിനിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഫോമിൽ തന്നെ ഇരുന്നു. കാരണം അദ്ദേഹം ഒരു പ്ലേ എന്ന് പറയുന്ന അദ്ദേഹം അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്.
ഓരോ പ്ലേയും അത് പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അത് പെർഫെക്റ്റ് ആയി എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് പോലെ അതിങ്ങനെ കടന്നു പോകുന്ന ഒന്നാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് പ്ലേ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തിങ് ആണ്. ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള തിങ്ങിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് മോഡിഫിക്കേഷൻസ് ആവശ്യമാണെന്ന് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്ലേസ് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരുന്നു. Philosophical foundations of Brecht's work is rooted in dialectical materialism, which asserts that knowledge and societal structures are subject to change and must be continually re-evaluated. Brecht's emphasis on relativity of ideas and events aligns with the philosophy as he sought to challenge the static interpretations of art and society. His writings often refer to his process of cognition, highlighting the need for critical thinking and his re-evaluation of established norms. അന്നേരം ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ബ്രഷ് വർക്ക് ഇസ് റൂട്ടഡ് ഇൻ ഡയലറ്റിക്കൽ മെറ്റീരിയൽസ്. അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് നോക്കണം ഡയലറ്റിക്കൽ മെറ്റീരിയൽസ് ആണ്. അന്നേരം ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ബെർട്ടോൾട്ട് ബ്രിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയലറ്റിക്കൽ മെറ്റീരിയൽസം. ഈ ഡയലറ്റിക്കൽ മെറ്റീരിയൽസം എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്നാണ് പറയുന്നത്. വിച്ച് അസേർട്സ് ദാറ്റ് knowledge and societal structures are subjected to change and must be continuously re-evaluated. നമ്മളുടെ അറിവും അതുപോലെ തന്നെ ഈ സൊസൈറ്റിയിലുള്ള സ്ട്രക്ചറും ഇല്ലേ, പണ്ട് കാലങ്ങളിൽ നമുക്ക് ഇതിലെ കൂടെ പല എന്താ ലോ ക്ലാസ് പീപ്പിൾസിനും എന്താ വഴി നടക്കാൻ, അമ്പലത്തിന്റെ അടുത്തൂടെ ഒക്കെ വഴി നടക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. അങ്ങനെയാണല്ലോ അതുവരെ ഉണ്ടായിരുന്ന പല സമരങ്ങളും, ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ ഉണ്ടാവുകയും ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ഇല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ് സൊസൈറ്റൽ സ്ട്രക്ചേഴ്സും നോളജും ഒക്കെ എന്താണ്, അത് കണ്ടിന്യൂസ്ലി സബ്ജക്ട് ടു ചേഞ്ച്, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നോളജും ഒരു സൊസൈറ്റൽ സ്ട്രക്ചറും പെർമനന്റ് അല്ല. ആൻഡ് വി മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി റീഇവാലുവേറ്റഡ്, അത് നമ്മൾ റീഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് ഡയലറ്റിക്കൽ മെറ്റീരിയൽസും പറയുന്ന ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. So, dialectical materialism was a philosophical thought that was largely influenced by Bertolt Brecht. And according to dialectical materialism, it emphasizes knowledge and societal structures are subject to change and must be continuously re-evaluated. Brecht's emphasis on relativity of ideas and events aligns with this philosophy, as he sought to challenge the static interpretations of art and society. അതുപോലെ തന്നെ അദ്ദേഹം ഐഡിയാസും അതുപോലെ തന്നെ ഫിലോസഫിയും തമ്മിൽ അദ്ദേഹം ഒരു കണക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞത് ആർട്ടും സൊസൈറ്റിയും തമ്മിൽ എങ്ങനെയാണോ ഒരു കണക്ഷൻ ഉള്ളത്, അതുപോലെ തന്നെ ഐഡിയാസും ഫിലോസഫിയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിസ് റൈറ്റിംഗ്സ് ഓഫൻ റെഫർ ടു ദ പ്രോസസ് ഓഫ് കൊഗ്നിഷൻ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മിക്കവാറും ചിന്താധാരകളായിരുന്നു. highlighting the need for critical thinking and re-evaluation of established norms. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും പൊളിച്ചെഴുതുകയും അതിനെ റീവാലുവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ചിന്താധാരകളായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. In conclusion, Bertolt Brecht's Dialectics in Theatre represents a significant contribution to the understanding of a theatre as a tool for social change. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡയലക്ടിക്സ് തിയേറ്ററിലൂടെ പീറ്റർ ബ്രൂക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബെർട്ടോൾട്ട് ബ്രെഡ്റ്റിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഈ പറയുന്ന സോഷ്യൽ ചേഞ്ചിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഡ്രാമയിലൂടെ അദ്ദേഹം ചെയ്തു തന്ന കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Through his innovative techniques and commitment to dialectical materialism, Brecht challenged the audience to engage critically with their realities, fostering an environment where art serves as a catalyst for social awareness and transformation. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ടെക്നിക്കുകളിലൂടെയും ഡയലക്ടിക്കൽ മെറ്റീരിയൽസിലൂടെയൊക്കെ തന്നെ ബ്രെച്ച് ചലഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോഴുള്ള റിയാലിറ്റീസിനെ നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ പുതിയൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, ജനങ്ങൾക്ക് സോഷ്യൽ അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നോളജും സ്ഥിരമല്ല, ഒരു സ്ട്രക്ചറും സ്ഥിരമല്ല, അതിനൊക്കെ ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുക. ഇതായിരുന്നു ഡയലക്ടിക്കൽ ഇൻ തിയേറ്റർ എന്ന് പറയുന്ന ഈ അല്ലെങ്കിൽ ഡയലക്ടിക്സ് തിയേറ്ററിലൂടെ നമ്മളുടെ ബ്രിച്ച് ആഹ്വാനം ചെയ്തു. His legacy continues to influence contemporary theatre, encouraging artists and audience alike to question, reflect, and aspire for more just society.
സോ ഇദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പിറേഷൻസ് കിട്ടിയിട്ടാണ് പിൽക്കാലത്ത് പല അദ്ദേഹത്തിന്റെ സമകാലീനരായാലും അദ്ദേഹത്തിന് ശേഷം വന്നവരായാലും ഒക്കെ ആർട്ടിസ്റ്റസും ഓഡിയൻസും ഒക്കെ ഈ ഒരു ഇഫക്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത സൊസൈറ്റിയിലേക്ക് ഇത് അവരുടെ തിയേറ്ററിക്കൽ പെർഫോമൻസിലൂടെ ആഡ് ചെയ്യാൻ തുടങ്ങി. അന്നേരം ഡയലക്ടിക്കൽ മെറ്റീരിയൽസും ഫ്രം ഡങ്സ് ഇഫക്റ്റ്, ഗസ്റ്റസ്, എപ്പിക് തിയേറ്റർ, ഇതൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്തൂടെ പ്രധാനമായിട്ടും നോക്കേണ്ടത്. So that's all about this class. Bye.